ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കയർ വകുപ്പ് മന്ത്രി. യെസ്, താങ്ക് യു. ശ്രീ കെ എം സച്ചിൻ ദേവ്. ചോദ്യമില്ല, സോറി, ചോദ്യം തന്നെ റദ്ദായി. സച്ചിൻ ദേവ് ആബ്സെന്റ്. ചോദ്യം നമ്പർ 337 ശ്രീമതി സി കെ ആശ, ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കയർ വകുപ്പ് മന്ത്രി. ശ്രീമതി സി കെ ആശ, അതും ആബ്സെന്റാ. ചോദ്യം നമ്പർ 338 ശ്രീ എ സി മൊയ്തീൻ, നിയമം വ്യവസായം കയർ വകുപ്പ് മന്ത്രി. ശ്രീ എ സി മൊയ്തീൻ, ചോദ്യം പെട്ടെന്ന് ചോദിച്ചോ? ചോദിക്കാനില്ല സാർ. ചോദ്യം 338. ചോദ്യം മന്ത്രി ടേബിൾ ചെയ്തല്ലോ. വ്യവസായ മേഖലയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സ്വയംഭരണാധികാരം നൽകുന്നതിനും അതിന്റെ ഭാഗമായിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? സണ്ണി കമ്മിറ്റിയുടെ പോളാന്നി കമ്മിറ്റി ശുപാർശയുടെ അടിസ്ഥാനത്തിൽ വ്യവസായ വകുപ്പ് ആ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യം ഉത്തരവ് ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യം പരിഗണനയിലാണ്. സ്വയംഭരണാവകാശം പൂർണ്ണമായും ഫൈനാൻഷ്യൽ ഓട്ടോണമി വിത്ത് സോഷ്യൽ അക്കൗണ്ടബിലിറ്റിയുമാണ് സർക്കാരിന്റെ നിലപാട്. ആ നിലപാട് നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. സ്ഥാപനങ്ങളുടെ ഇപ്പോൾ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ലാഭകരമായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്ഥിതി എന്താണ്, എത്ര എണ്ണം ഉണ്ട് എന്ന് വിശദാക്കാം. സാർ, ഓരോ എണ്ണത്തിന്റെ കണക്ക് പ്രത്യേകമായിട്ട് നൽകാവുന്നതാണ്. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും മത്സരക്ഷമമാക്കുക, ലാഭകരമാക്കുക, ശക്തിപ്പെടുത്തുക എന്നതാണ് സർക്കാർ നടപ്പിലാക്കുന്ന നയം. ശ്രീ കെ വി സുമേഷ്. സാർ, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭൂമി അവരുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്നത് മറ്റ് വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ ആവശ്യമായ കാര്യം ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ടോ? യെസ് മിനിസ്റ്റർ. നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ആ സ്ഥാപനങ്ങൾക്ക് തന്നെ വ്യവസായ പാർക്കുകളായി ആരംഭിക്കാൻ കഴിയുന്നതാണ്. ജോയിന്റ് വെഞ്ചറുകളും പ്രത്യേക അനുമതിയോടുകൂടി ആരംഭിക്കാനുള്ള നിലപാടും സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ഓർഡർ. സാർ, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി മറുപടി പറഞ്ഞ സമയത്ത് പ്രതിപക്ഷം പറഞ്ഞിട്ട് കേന്ദ്രം കേട്ടു, അത് വെട്ടിക്കുറച്ചു എന്നൊരു പരാമർശം നടത്തി. ഞങ്ങൾ പറഞ്ഞിട്ടാണോ അങ്ങനെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു പരാമർശമാണ്? ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടുമില്ല, ഞങ്ങൾ പറഞ്ഞിട്ടല്ല കേന്ദ്രം കേട്ടത്. ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഇത് അപകടത്തിലെത്തും, ഈ എടുക്കുന്ന കടം ഭാവിയിൽ കടമെടുപ്പിന്റെ പരിധിയിൽ വരും എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. സാർ, ഞങ്ങൾ പറഞ്ഞിട്ടാണ് കേന്ദ്രം കേട്ട് കേരളത്തിന്റെ വെട്ടിക്കുറച്ചത് എന്നുള്ളത് ഒന്നുകിൽ അങ്ങ് പിൻവലിക്കണം, അല്ലെങ്കിൽ അങ്ങ് രേഖയിലുണ്ടായിരുന്നു. അതൊരു വിവാദം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനൊരു വസ്തുത പറഞ്ഞതേ ഉള്ളൂ സാർ. കാരണം CAG റിപ്പോർട്ടും അല്ല, ഞാൻ അന്നത്തെ ഈ കഴിഞ്ഞ അസംബ്ലി സമയത്ത് എന്തും വേണ്ടി കഴിഞ്ഞ 5 വർഷക്കാലം ഈ കിഫ്ബിയുടെ പേരിലും ഇതിന്റെ പേരിലും എന്തും വേണ്ടി വിവാദമാണ് സാർ ഉണ്ടായത്. ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് നിലപാടിനെ സ്വാധീനിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? CAG റിപ്പോർട്ട് മറ്റു കാര്യങ്ങൾ അത് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ പ്രതിപക്ഷത്തിന്റെ ഈ ശക്തമായ ഞാൻ പറഞ്ഞോട്ടെ പ്രതിപക്ഷത്തിന്റെ ഈ നിലപാടുകളും ശക്തമായ പ്രക്ഷോഭവും കേന്ദ്രത്തിന്റെ സമീപനത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാക്കാം.